ഞാൻ ഗർഭിണിയാണെന്ന് സാറിനോട് ആരാ പറഞ്ഞേ? അപ്പോ നീ പ്രഗ്നന്റ് അല്ലേ? അല്ല. അപ്പൊ അവിടെ നീ തലകറങ്ങി വീണതോ? ഗർഭിണിയായവര് മാത്രാണോ തലകറങ്ങി വീഴുന്നത്? വെറുതെ പ്രതീക്ഷിച്ചു. സാറിന് സങ്കടായോ? ഏയ്, സാരമില്ല. സാറിന് വിഷമായി എന്ന് എനിക്ക് മനസ്സിലായി. സാറ് എന്നോട് ക്ഷമിക്കണം. കുറച്ചു സമയം മുമ്പ് സാറൊന്ന് സന്തോഷിച്ചോട്ടെ എന്ന് കരുതിയിട്ടാ ഞാനൊന്നും പറയാതിരുന്നത്. പക്ഷേ അത് സാറിനെ ഇത്രയേറെ വിഷമിപ്പിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പാർവതിക്ക് അറിയാലോ, ഇപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പാർവതി അമ്മയാവാൻ പോകുന്നു എന്ന വാർത്ത കേൾക്കാനാ. ആ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുമ്പോഴാ പാർവതി തലയിറങ്ങി വീഴുന്നത്. അപ്പോ പെട്ടെന്ന് അത് പ്രഗ്നൻസിയുടെ ലക്ഷണമായി ഞാൻ ചിന്തിച്ചു പോയി. പക്ഷെ ഇതൊന്നുമല്ല. പാർവതിക്ക് ക്ഷീണമുണ്ടായതാണെന്ന് സുശീലാന്റി പറഞ്ഞപ്പോ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പാർവതിയും മറിച്ചൊന്നും പറഞ്ഞുമില്ല. ഞാൻ അത്രയ്ക്ക് ഗൗരവത്തോടെ ചിന്തിച്ചില്ല സാർ. സാരമില്ല, ലീവ് ഇറ്റ്. എനിക്കിപ്പോ വിഷമമൊന്നുമില്ല. സാറ് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ? പെട്ടെന്ന് ഒരമ്മയാവണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. സാറ് സ്വപ്നത്തിൽ കണ്ടതുപോലെ ദേവമ്മ നമ്മുടെ മകളായി പുനർജനിക്കുന്നത് കാത്തിരിക്കുക ഞാനും. സാറ് സമാധാനിക്കുക. അധികം വൈകാതെ തന്നെ സാറ് മനസ്സിൽ കണ്ടതുപോലെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ എനിക്ക് സാധിക്കും. അതിന് ഉദയന്നൂരമ്മ നമ്മളെ അനുഗ്രഹിക്കും. എന്റെ പൊന്നു പാർവതി, നീ ഇനി എന്നെ ഇതുപോലെ പറ്റിക്കരുത് കേട്ടോ. ഇല്ല സർ, ഇനി ഇതുപോലൊരു തമാശ ഞാൻ കാണിക്കില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് അച്ഛനും അമ്മയും ആവണം പാർവതി. ഞാനും നീയും നമ്മുടെ കുഞ്ഞും. എന്ത് രസമായിരിക്കും ആ ലൈഫ്. ഞാൻ ഗർഭിണിയായി കഴിഞ്ഞ വിശാൽ സാറിനെ ഞാൻ എവിടേക്കും വിടില്ല. ഗർഭിണിയായി ഇരിക്കുമ്പോ വിശാൽ സാറ് എപ്പോഴും എൻ്റെ അടുത്ത് ഉണ്ടാവണം. ഗർഭിണിയായിരിക്കുമ്പോ മാത്രമല്ല, പ്രസവ സമയത്തും ഞാൻ കൂടെ ഉണ്ടാവും. ശരിക്കും? അതേടോ, ഞാൻ കൂടെ ഉണ്ടാവും. പ്രസവ സമയത്ത് ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും നിരവധി ബെനിഫിറ്റ്സ് ഉണ്ടാവുമെന്ന പറഞ്ഞു കേട്ടിരിക്കുന്നത്. എന്താ, ഞാൻ കൂടെ വേണ്ടേ? പിന്നെ വേണ്ടേ.